വധശ്രമ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതി 4 വർഷത്തിന് ശേഷം അറസ്റ്റിൽ. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആദം ഖാനെയാണ് ചൊവ്വാഴ്ച കൈക്കമ്പയിലെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. 2020 സെപ്റ്റംബർ 29 രാത്രിയിൽ നീലേശ്വരം പടന്നക്കാട് കോവിഡ് കെയർ സെന്ററിന്റെ ജനൽ തകർത്താണ് ആദം ഖാൻ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത്. 2019 ഡിസംബർ 26 ലീഗ് പ്രവർത്തകനായ ഉപ്പളയിലെ മുസ്തഫയെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ ഇയാൾ നിരവധി വാറന്റ് കേസുകളിലും പ്രതിയാണ്. കൊലപാതക ശ്രമത്തിന് ശേഷം ആദം ഖാനും കൂട്ടാളി നൌഷാദും രക്ഷപ്പെട്ടിരുന്നു. കാസർഗോഡ് ഡിവൈഎസ്പി ആയിരുന്ന പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരുടെ ഒളിത്താവളം കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കോടതി നടപടികൾക്ക് ശേഷം ആദം ഖാനെ കോവിഡ് കെയർ സെന്ററിൽ പാർപ്പിക്കുകയായിരുന്നു. ഇവിടെ നിന്നും 2ാം നിലയിലെ ജനൽ വഴി താഴെയിറങ്ങിയാണ് പ്രതി രക്ഷപ്പെട്ടത്. ഇതിനുശേഷം ഇയാളെ പിടികൂടാനായി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. കോവിഡ് കെയർ സെന്ററിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം കേരളത്തിലെ ചില കേന്ദ്രങ്ങളിലും ഇയാൾ ഒളിവിൽ താമസിച്ചിരുന്നു. ഈ 3 സംസ്ഥാനങ്ങളിലായി വധശ്രമം, മോഷണം, കഞ്ചാവ് വിൽപ്പന തുടങ്ങി നിരവധി കേസുകളും ആദം ഖാന്റെ പേരിലുണ്ട്. വർഷങ്ങളായി പോലീസ് തേടിക്കൊണ്ടിരുന്ന പ്രതി ചൊവ്വാഴ്ച രഹസ്യമായി കൈക്കമ്പയിലെ വീട്ടിൽ വന്ന വിവരമറിഞ്ഞ് വീട് വളഞ്ഞാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി ഡി ശില്പിയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ഡിവൈഎസ്പി CK സുനിൽകുമാർ, മഞ്ചേശ്വരം ഇൻസ്പെക്ടർ അനൂപ് കുമാർ, SI രതീഷ് ഗോപി, CPOമാരായ വിജയൻ, KM അനീഷ് കുമാർ, M സന്ദീപ്, CH ഭക്തശൈൽവൻ എന്നിവർ ചേർന്നാണ് ആദം ഖാനെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.